അമിതമായ വാശി, ദേഷ്യം, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ, ശ്വാസം പിടിച്ചു വെക്കുക, നിലത്ത് കിടന്നുരുളുക, തല നിലത്തിട്ട് അടിക്കുക, കൂടെയുള്ളവരെ കടിക്കുക, പിച്ചുക, അതുപോലെ തന്നെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്തെറിയുക, പിച്ചിക്കീറുക, അത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ഇതനുഭവിക്കാത്ത രക്ഷിതാക്കൾ വളരെ കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ ടെമ്പർ ടാൻട്രംസ് എന്ന് പറയുന്നത്. 1.5 വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് സാധാരണയായി കാണിച്ചു തുടങ്ങുന്നത്. 1.5 വയസ്സ് മുതൽ 4 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളിൽ ഇത് ഒരു പരിധി വരെ നോർമലാണ്. എന്നാൽ ഇത് നിയന്ത്രിക്കാൻ പറ്റാവുന്നതിലധികമാവുകയും മാത്രമല്ല 4 വയസ്സിന് ശേഷം പിന്നെയും ഇതുപോലെ തന്നെ ഇതേ സ്വഭാവ രീതി കാണിച്ചു വരികയുമാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുക. കുട്ടികൾക്ക് വേണ്ടിയുള്ള ബിഹേവിയറൽ തെറാപ്പിയും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്ക് അവരുടെ പാരൻറ്റിങ്ങിൽ വരുന്ന തെറ്റുകൾ മനസ്സിലാക്കാനും അത് തിരുത്തി കൊടുക്കാൻ സഹായിക്കുന്നതും വഴി നമ്മൾക്ക് ഈ ഒരു സ്വഭാവ രീതിയെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. ഇത് കൃത്യസമയത്ത് തന്നെ കണ്ടെത്താൻ പറ്റാതിരിക്കുകയും അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർക്ക് കണ്ടക്ട് ഡിസോർഡറും അതുപോലെ തന്നെ കൗമാരപ്രായമൊക്കെ എത്തിക്കഴിയുമ്പം അവരിൽ ലഹരി ഉപയോഗങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വഭാവ പ്രശ്നം നിങ്ങളുടെ മക്കളിൽ കണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.